ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. IPL മെഗാ ഓപ്ഷന് ശേഷമുള്ള ടീമുകളുടെ സ്ക്വാഡ് അപ്ഡേറ്റുകളാണ് മേക്ക് സ്റ്റുഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് ഇപ്പോൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തേക്കുള്ള IPL മെഗാ ഓപ്ഷന് ശേഷമുള്ള ഓരോ ടീമിൻ്റെയും ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഒന്ന് അനലൈസ് ചെയ്യാൻ പോവുകയാണ്. സോ ഏറ്റവും മികച്ച ബൗളിംഗ് കരുത്തുള്ള ടീം ഏതാണ്, ഒരു ടോപ്പ് 10 പവർ റാങ്കിങ് വീഡിയോയുമായിട്ടാണ് ഇപ്പോൾ മേക്ക് സ്റ്റുഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കൂടുതൽ കായിക വാർത്തകൾക്ക് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും. ഒപ്പം ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ബോട്ടം ടു ടോപ്പ് പരിശോധിക്കാം. ഇത്തവണ IPL മെഗാ ഓപ്ഷന് ശേഷമുള്ള ഏറ്റവും ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് പരിശോധിക്കുകയാണെങ്കിൽ മോശമെന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. പക്ഷേ അത്ര കരുത്തില്ലാത്ത ഒരു ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഉള്ളത് ലക്നൗ സൂപ്പർ ജയൻസിനാണ്. ഇത്തവണ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ലക്നൗ തങ്ങളുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ വരുത്തിയിട്ടില്ലായിരുന്നു. ആകെ നടത്തിയ ഒരു മാറ്റം ആവേശ് ഖാനെ തങ്ങളുടെ പഴയ താരത്തെ ഇത്തവണ വീണ്ടും തിരികെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആകെ നടത്തിയ മാറ്റം ആവേശ് ഖാനെ LSC തവണ തിരികെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. LSCയുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ സീസണിലെ ആ ഒരു ടോപ്പ് ട്രയോ പേസേഴ്സ് ഇത്തവണ LSC ജേഴ്സിയിലുണ്ട്. മൊഹ്സിൻ ഖാൻ, മയങ്ക് യാദവ്, ഷമാർ ജോസഫ് തുടങ്ങിയ 3 താരങ്ങളും ഇത്തവണ LSC ജേഴ്സിയിലുണ്ട്. ഒപ്പം ആവേശ് ഖാൻ കൂടി എത്തുന്നതോടുകൂടി അത്ര മോശമല്ലാത്ത ഒരു ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ലക്നൌവിന് സ്വന്തമായിട്ടുണ്ട്. സ്പിന്നിലേക്ക് വരികയാണെങ്കിൽ രവി ബിഷ്ണോയ് നേതൃത്വം നൽകുന്ന മികച്ച ഒരു സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റും LSCക്കുണ്ട്. ഒപ്പം മണിമാരൻ സിദ്ധാർത്ഥ് കഴിഞ്ഞ IPL സീസണിൽ LSCക്ക് വേണ്ടി ഇറങ്ങിയ മത്സരങ്ങളിൽ വളരെ മികച്ച പ്രകടനം പുറത്തെടുത്ത താരമാണ് മണിമാരൻ സിദ്ധാർത്ഥൻ. സോ ഇത്തവണ അദ്ദേഹത്തെ LSC തങ്ങളുടെ സ്കോഡിൽ തിരികെ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ബോളേഴ്സിൻ്റെ പവർ റാങ്കിങ്ങിൽ 9ാം സ്ഥാനത്തുള്ളത് കഴിഞ്ഞ IPL ചാമ്പ്യന്മാരായിട്ടുള്ള കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ്. കഴിഞ്ഞ IPL സീസണിൽ കോടികൾക്ക് മേടിച്ച മിച്ചൽ സ്റ്റാർക്കിനെ അടക്കം ഇത്തവണ കൈവിട്ട് കളഞ്ഞുകൊണ്ടാണ് ഒരു പുതിയ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് KKR വരുത്തിയിട്ടുള്ളത്. അത്ര ചെറിയ മാറ്റങ്ങൾ മാത്രമാണ് LSCയുടെ കാര്യം പറഞ്ഞ പോലെ KKR തങ്ങളുടെ സ്കോഡിൽ വരുത്തിയിട്ടുള്ളത്. ആകെ നടത്തിയ മാറ്റങ്ങൾ ഉമ്രാൻ മാലിക്കിനെയും അതോടൊപ്പം തന്നെ സ്പെൻസർ ജോൺസൺ, ആൻഡ്രസ് നോർക്കിയ തുടങ്ങിയ 3 പേസേഴ്സിനെ ഇത്തവണ അഡീഷണലായി കൊണ്ടുവന്നിട്ടുണ്ട്. KKRന്റെ ഡിപ്പാർട്ട്മെൻറ്റ് പരിശോധിക്കാൻ നമുക്കറിയാം ഹർഷിത് റാണ KKRന്റെ ടാലൻറ്റഡ് യങ്സ്റ്റർ പ്ലെയർ ഇത്തവണ ടെസ്റ്റിലടക്കം വളരെ മികച്ച പ്രകടനമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോ ഹർഷിത് റാണയെ KKR നിലനിർത്തിയിട്ടുണ്ടായിരുന്നു. ഒപ്പം വൈഭവ് അരോറ, അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ സീസണിലെ പങ്കാളിയായിരുന്ന വൈഭവ് അരോറ ഇത്തവണ തിരികെ ഓപ്ഷനോടെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഒപ്പം ഉമ്രാൻ മാലിക്കും സ്പീഡ് കിങ് ആയിട്ടുള്ള ഉമ്രാൻ മാലിക്കും ആൻഡ്രിസ് നോർക്കിയും KKR ജേഴ്സിയിലേക്ക് എത്തുന്നുണ്ട്. ഒപ്പം ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ IPL അത്ര മികച്ച പ്രകടനം കാഴ്ചവെച്ച സ്പെൻസർ ജോൺസണെയും ഇത്തവണ KKR കൊണ്ടുവന്നിട്ടുണ്ട്. സ്പിന്നിലേക്ക് വരികയാണെങ്കിൽ വരുൺ ചക്രവർത്തി, സുനിൽ നരേൻ, 2 ആ ഒരു ഡെഡ്ലി കോംബോ ഇത്തവണയും KKR ജേഴ്സിയിലുണ്ട്. സോ ബോളേഴ്സിൻ്റെ പവർ റാങ്കിങ്ങിൽ 8ാം സ്ഥാനത്തുള്ളത് രാജസ്ഥാൻ റോയൽസ് ആണ്. ട്രെൻറ്റ് ബോൾട്ടിനെയും അടക്കം കൈവിട്ട് കളഞ്ഞ രാജസ്ഥാനും ഇത്തവണ ഒരു പുതിയൊരു ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ് വരുത്തിയിട്ടുള്ളത്. അത്ര കരുത്തെന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. സന്ദീപ് ശർമ്മയെ രാജസ്ഥാൻ റോയൽസ് നിലനിർത്തിയിട്ടുണ്ടായിരുന്നു. സന്ദീപിനൊപ്പം ഇത്തവണ ജോഫ്ര ആർച്ചർ തങ്ങളുടെ പഴയ താരത്തെ 12,50,00,000 രൂപയ്ക്ക് രാജസ്ഥാൻ തിരികെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒപ്പം തുഷാർ ദേശ്പാണ്ഡെ, ആകാശ് മധുവാൾ, അഫ്ഗാൻ പേസറായിട്ടുള്ള ഫസൽ ഫറൂഖി, സൗത്ത് ആഫ്രിക്കൻ പ്ലെയറായിട്ടുള്ള കൊനാം അഫാക്ക തുടങ്ങിയ താരങ്ങളെ രാജസ്ഥാൻ റോയൽസ് തങ്ങളുടെ പേസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊണ്ടുവന്നപ്പോൾ 2 ശ്രീലങ്കൻ മാന്ത്രികരായിട്ടുള്ള വനിന്ദു ഹസറങ്കി, മഹീഷ് തീക്ഷണയും രാജസ്ഥാൻ റോയൽസ് ഇത്തവണ സ്പിൻ ബൗളിങ്ങിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കഴിഞ്ഞ നമുക്കറിയാം ചഹലും അശ്വിനും കുന്തമുനകളെ മാറിയ രാജസ്ഥാൻ റോയൽസിൻ്റെ സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് 2 ശ്രീലങ്കൻ താരങ്ങളായിട്ടുള്ള ഹസറങ്കയും തീക്ഷണയും ഇത്തവണ എത്തിയിട്ടുള്ളത്. സോ ബോളേഴ്സിൻ്റെ പവർ റാങ്കിങ്ങിൽ 7ാം സ്ഥാനം ചെന്നൈ സൂപ്പർ കിങ്സിനാണ്. CSKയും ഇത്തവണ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോളിംഗ് കോർ തന്നെയാണ് ഇത്തവണ CSKയ്ക്ക് സ്വന്തമായിട്ടുള്ളത്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മെയിൻ ബോളർ മതീഷ പതിരണ ഇത്തവണ CSK നിലനിർത്തിയിട്ടുണ്ടായിരുന്നു. സോ പതിരണയ്ക്കൊപ്പം സാം കറൺ എന്ന ഇംഗ്ലീഷ് ഓൾറൗണ്ടറേയും ഇന്ത്യൻ പ്ലെയറായിട്ടുള്ള ഖലീൽ അഹമ്മദിനെയും ഇത്തവണ കൊണ്ടുവന്ന് CSK ബോളിങ്ങിന് ഒന്ന് കരുത്ത് കൂട്ടിയിട്ടുണ്ട്. ഒപ്പം നെതാൻ എല്ലീസ് എന്ന ഓസ്ട്രേലിയൻ പേസറെ കൂടി എത്തിച്ച CSK ഒരു പാർട്ട് ടൈം ബോളറായിട്ട് കൂടി നെതാൻ എല്ലീസിനെ അവർക്ക് യൂസ് ചെയ്യാൻ സാധിച്ചേക്കും. ഒപ്പം ഓൾറൗണ്ടറായിട്ടുള്ള വിജയ് ശങ്കറിൻ്റെ പന്തുകളും CSKയ്ക്ക് വേണമെങ്കിൽ ഒരു പാർട്ട് ടൈം ബോളറായിട്ട് അദ്ദേഹത്തെ യൂസ് ചെയ്യാൻ സാധിക്കും. സ്പിന്നിലേക്ക് വേണമെങ്കിൽ ഡെഡ്ലി കോംബോ വീണ്ടും CSK ജേഴ്സിയിൽ ഒന്നിക്കാൻ പോവുകയാണ്. ചെപ്പോക്കിൽ ഒരുപാട് ചരിത്രങ്ങൾ കുറിച്ച രവീന്ദ്ര ജഡേജയും രവിചന്ദ്രൻ അശ്വിനും വീണ്ടും ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി ജേഴ്സി അണിയാൻ പോവുകയാണ്. നമുക്കറിയാം ജഡേജയെ CSK നിലനിർത്തിയിട്ടുണ്ടായിരുന്നു. സോ രവിചന്ദ്രൻ അശ്വിൻ ഇത്തവണ 9,75,00,000 രൂപയ്ക്കാണ് അശ്വിനെ ഇത്തവണ CSK തങ്ങളുടെ സ്കോഡിലേക്ക് തിരികെ കൊണ്ടുവന്നിട്ടുള്ളത്. സോ ബോളേഴ്സിൻ്റെ പവർ റാങ്കിങ്ങിൽ 6ാം സ്ഥാനം പഞ്ചാബ് കിങ്സിനാണ്. ഇത്തവണ ഒരുപാട് മാറ്റങ്ങൾ നടത്തിയിറങ്ങുന്ന PBKs ബോളിങ്ങിലും കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഹർഷ്ദീപ് സിംഗിനെ ഓപ്ഷനിലൂടെ RTO ഉപയോഗിച്ച് തിരികെ കൊണ്ടുവന്ന പഞ്ചാബ് ലോക്കി ഫെർഗൂസനെയും മാർക്കോ ജാൻസനെയും തങ്ങളുടെ ബോളിങ്ങിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഒപ്പം PBKസിനെ സംബന്ധിച്ച് കുൽദീപ് സെന്നും ബാക്കപ്പ് ഓപ്ഷനായിട്ട് അവരുടെ സ്കോഡിൽ ഉണ്ട്. 2 മികച്ച സ്പിന്നറായിട്ടുള്ള യുസ്വേന്ദ്ര ചഹലും ഒപ്പം ഓൾറൗണ്ടറായിട്ടുള്ള ഗ്ലെൻ മാക്സ്വലും PBKസിന് ജേഴ്സിയിലോടൊപ്പം മാർക്കസ് സ്റ്റോയിനിസിൻ്റെ പാർട്ട് ടൈം ബോളിങ്ങും PBKസിന് അടുത്ത സീസണിൽ ഗുണകരമായി മാറിയേക്കും. സോ ഇതാണ് ബോളേഴ്സിൻ്റെ പവർ റാങ്കിങ്ങിൽ ഒരു ബോട്ടം 5 നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കുക. ടോപ്പ് 5ലേക്ക് വരുവാണെങ്കിൽ 5ാം സ്ഥാനം ഡൽഹി ക്യാപിറ്റൽസിനാണ്. ഇത്തവണ ഒരുപാട്
മികച്ച പ്ലേയേഴ്സിനാണ് ഡൽഹി തങ്ങളുടെ സ്ക്വാഡിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. എസ്പെഷ്യലി ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മിച്ചൽ സ്റ്റാർക്ക് കഴിഞ്ഞ IPL സീസണിൽ റെക്കോർഡ് തൂക്കി വിറ്റുപോയ ചാമ്പ്യൻ ടീമായി കൈക്കാരൻ്റെ പ്ലെയർ ഇത്തവണ അനായാസമാണ്. അത്ര കോടികളൊന്നും മുടക്കാതെയാണ് DC കൊണ്ടുവന്നിട്ടുള്ളത്. സോ സ്റ്റാർക്കിനൊപ്പം നടരാജനെയും നമുക്കറിയാം യോർക്കർ കിങ് ആയിട്ടുള്ള നടരാജനെ IPL വളരെ കൺസിസ്റ്റൻ്റായി ബോളർ എന്ന നടരാജനെ ഇത്തവണ DC കൊണ്ടുവന്നിട്ടുണ്ട്. ഒപ്പം മോഹിത് ശർമ്മ, മുകേഷ് കുമാർ DCയുടെ പഴയ പ്ലെയറെ DC ഇത്തവണ ഓപ്ഷനെടുത്തിരിക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ശ്രീലങ്കൻ പ്ലെയറായിട്ടുള്ള ദുഷ്മത ചമീര തുടങ്ങിയവരും വളരെ മികച്ച ഒരു വ്യത്യസ്തമായ ബോളിംഗ് ഓപ്ഷൻസ് ഇത്തവണ ഡൽഹിയുടെ കൈപ്പക്കലുണ്ട്. ഒപ്പം അക്സറും കുൽദീപും നേതൃത്വം നൽകുന്ന സ്പിന്നും ഇത്തവണ വളരെ കരുത്തുറ്റ തന്നെയാണ് ഡൽഹിയുടെ ക്യാമ്പിൽ. സോ ബോളേഴ്സിൻ്റെ പവർ റാങ്കിൽ 4ാം സ്ഥാനം ഗുജറാത്ത് ടൈറ്റൻസിനാണ്. കഗീശ്വർ റബാഡ, ജെറാൾഡ് കോഴ്സി, മുഹമ്മദ് സിറാജ് തുടങ്ങിയ ഒരുപാട് വമ്പൻ താരനിര ഇത്തവണ G2യുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ അണിനിരക്കുന്നുണ്ട്. റബാഡയും കോട്സിയും സിറാജും പ്രസിദ്ധ് കൃഷ്ണയ്ക്കൊപ്പം ബാക്കപ്പ് ഓപ്ഷൻസായിട്ട് ഇഷാന്ത് ശർമ്മ, ഗുർനൂർ ബ്രാർ, കുൽവന്ത് കെജ്റോളിയ തുടങ്ങിയ ബാക്കപ്പ് ഓപ്ഷൻസും GTക്ക് ഇത്തവണ അവൈലബിൾ ആയിട്ടുണ്ട്. സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുവാണെങ്കിൽ റാഷിദ് ഖാൻ നേതൃത്വം നൽകുന്ന സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ രാഹുൽ തെവാട്ടിയും ഒപ്പം ഇന്ത്യയുടെ സ്റ്റാർ ഓൾറൗണ്ടറായിട്ടുള്ള വാഷിംഗ്ടൺ സുന്ദറും ഇത്തവണ അണിചേരുന്നുണ്ട്. സോ പവർ റാങ്കിങ്ങിൽ 3ാം സ്ഥാനം ഇനി നമുക്ക് ടോപ്പ് 3യിലേക്കാണ് പോകാനുള്ളത്. സോ ടോപ്പ് 3യിൽ 3ാം ടീം, അതായത് 3ാം സ്ഥാനം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവാണ്. ഇത്തവണ ഒരു കരുത്തുറ്റ ബോളിംഗാണ് ഇത്തവണ RCB വരുത്തിയിട്ടുള്ളത്. ജോഷ് ഹേസൽവുഡിനെ തിരികെ കൊണ്ടുവന്ന RCB ഭുവനേശ്വർ കുമാർ എന്ന സ്റ്റാർ ഇന്ത്യൻ പേസറെ കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഹേസൽവുഡും ഭുവനേശ്വർ കുമാറും തന്നെ ആയിരിക്കും RCBയുടെ കീ ബോളേഴ്സായിട്ട് വരാൻ പോകുന്നത്. ഇരുവർക്കും ഒപ്പം യശ് ദയാൽ, ശ്രീലങ്കൻ താരം നുവാൻ തുഷാര, അതോടൊപ്പം തന്നെ ലുങ്കി എൻഗിഡി, ഇന്ത്യൻ യുവതാരമായിട്ടുള്ള റാസിഖ് സലാം തുടങ്ങിയ താരങ്ങളും RCBയുടെ പേസ് ബോളിങ്ങിന് കരുത്തേക്കുന്നുണ്ട്. സ്പിന്നിലും ഇത്തവണ ഒരുപാട് മികച്ച ഓപ്ഷൻസ് RCBക്കുണ്ട്. കൃണാൽ പാണ്ഡ്യ, സുയാഷ് ശർമ്മ, സ്വപ്നിൽ സിംഗ് തുടങ്ങിയ താരങ്ങൾ, മനോജ് ഭണ്ഡാരിയ തുടങ്ങിയ താരങ്ങളും വേരിയസ് ഓപ്ഷൻസും ഇത്തവണ RCBക്ക് കൈമുതലായിട്ടുണ്ട്. സോ പവർ റാങ്കിങ്ങിൽ ഇനി നമ്മൾ ടോപ്പ് 2യിലേക്കാണ് പോകാൻ പോകുന്നത്. 2ാം സ്ഥാനം സൺറൈസേഴ്സ് ഹൈദരാബാദിനാണ്. മുഹമ്മദ് ഷമി എന്ന ഇന്ത്യയുടെ സ്റ്റാർ പേസറെ ഇത്തവണ കൊണ്ടുവന്ന SRH വളരെ മികച്ച ഒരു ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ് വരുത്തിയിട്ടുള്ളത്. സോ ഷമിയും ഹർഷൽ പട്ടേലിനെയും കൊണ്ടുവന്ന SRHന് ഇത്തവണ അവരുടെ ക്യാപ്റ്റൻ കമ്മിൻസിൻ്റെ ബോളിംഗ് കൂടി ആകുമ്പോൾ ഒരു ടോപ്പ് ട്രയോ വേൾഡ് ക്ലാസിക് ടെറിഫിക് ബോളിംഗ് അറ്റാക്ക് തന്നെയാണ് വരാൻ പോകുന്നത്. സോ ഷമി, കമ്മിൻസ്, ഹർഷൽ പട്ടേൽ എന്നിവർക്കൊപ്പം ബാക്കപ്പ് ഓപ്ഷൻസായിട്ട് ജയ്ദേവ് ഉനദ്കട്ട്, ബ്രൈഡൻ കാർഡ്സ്, ഇഷാൻ മലിംഗ തുടങ്ങിയവരും അണിനിരക്കുന്നുണ്ട്. എന്നിവർക്കൊപ്പം രാഹുൽ ചൗഹാൻ, മാധവ് തുടങ്ങിയ സ്പിന്നർമാരും SRHന് കരുത്തായി മാറിയേക്കും. സോ ബോളേഴ്സിൻ്റെ പവർ റാങ്കിങ്ങിൽ 1ാം സ്ഥാനം ദൈവത്തിൻ്റെ പോരാളികളായിട്ടുള്ള മുംബൈ ഇന്ത്യൻസിനാണ്. ഇത്തവണ ഡെഡ്ലി കോംബോ 2020 മുംബൈ ഇന്ത്യൻസ് ടൈറ്റിൽ വിൻ ചെയ്തപ്പോൾ അവരുടെ ബോളിംഗ് കോംബോ ആയിരുന്ന ട്രെൻറ്റ് ബോൾട്ട്, ജസ്പ്രീത് ബുംറ സഖ്യം വീണ്ടും ഒന്നിക്കാൻ പോവുകയാണ്. സോ ബോൾട്ടിനും ജസ്പ്രീത് ബുംറയ്ക്കുമൊപ്പം ദീപക് ചഹാറും റീസ് ടോപ്ലിയും ലിസാർഡ് വില്യംസും തുടങ്ങിയ ഒരുപാട് വമ്പൻ താരനിര അത്തവണ മുംബൈയുടെ പേസ് ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. ഒപ്പം അവരുടെ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയുടെ ബോളിംഗ് കൂടി ആകുമ്പോൾ മുംബൈയെ സംബന്ധിച്ച് ബോളിംഗ് ഇത്തവണ അതികരുത്ത് തന്നെയാണ്. ഒപ്പം സ്പിന്നിലേക്ക് വരികയാണെങ്കിൽ കരൺ ശർമ്മ, അല്ല ഗസൻഫാർ, മിച്ചൽ സാന്റ്നർ തുടങ്ങിയ ഓപ്ഷൻസും അവർക്ക് സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റിലും ഉപയോഗിക്കാൻ സാധിച്ചേക്കും. സോ ഇതാണ് IPL 2025 മെഗാ ഓപ്ഷന് ശേഷമുള്ള ടീമുകളുടെ ഏറ്റവും കരുത്തുറ്റ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റുള്ള ടീമുകളുടെ പവർ റാങ്കിങ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.